ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ റെസിപ്പിയാണ്. ഒരു നാടൻ ഒഴിച്ചുകറി, ചക്കക്കുരു മാങ്ങാക്കറി. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ സീസൺ ആണല്ലോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഈസി ആയിട്ടുള്ള നാടൻ ചക്കക്കുരു മാങ്ങാക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ നമുക്ക് നമ്മുടെ നാടൻ ചക്കക്കുരു മാങ്ങാക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഒരു 10-15 ഉണ്ടാവും. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ചക്കക്കുരുവിൻ്റെ ഈ ബ്രൗൺ കളർ ഉണ്ടല്ലോ, അത് അധികം കളയണ്ട, ഒട്ടും കളയാതിരിക്കണതാണ് നല്ലത്. കഴുകി വെച്ചേക്കണ ചക്കക്കുരുവാണിത്. ഇതിന് നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നിങ്ങളുടെ കയ്യിൽ കുക്കറില്ലെങ്കിൽ സാധാരണ പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. ഞാനിവിടെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് നമ്മൾ ചക്കക്കുരു ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്, അതാണ് ഞാൻ 1/2 ടീസ്പൂൺ എടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചക്കക്കുരുവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ചക്കക്കുരു വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരു മുങ്ങിക്കിടക്കണ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ 2 അല്ലെങ്കിൽ 3 വിസിൽ. ചില ചക്കക്കുരുവിന് വേവ് കൂടുതലായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. നമ്മൾ മാങ്ങ ഇപ്പോൾ ചേർക്കണില്ല. ചക്കക്കുരു വെന്തതിന് ശേഷമാണ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഇപ്പോഴേ മാങ്ങ ചേർത്താൽ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു വെന്തതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിത് കുക്കർ അടച്ച് വെച്ച് കൊടുക്കുവാണ്. ഇപ്പം എന്താ നമ്മുടെ കുക്കറിൽ നിന്ന് 2 വിസിൽ വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. എന്താ നമ്മുടെ ചക്കക്കുരു അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു മാങ്ങയുടെ പകുതി മാങ്ങയാണ്. എൻ്റെ കയ്യിലുള്ള മാങ്ങയ്ക്ക് നല്ല പുളിയാണ്, അതാണ് ഞാൻ പകുതി എടുത്തത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങയുടെ പുളിക്കനുസരിച്ച് എത്ര അളവ് വേണോ അത്രയും ചേർത്ത് കൊടുക്കുക. നമുക്ക് മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചില സ്ഥലങ്ങളിൽ ഇതിലേക്ക് ജീരകവും വെളുത്തുള്ളിയും അരച്ച് ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1-2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കാറില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അമ്മ ചക്കക്കുരു മാങ്ങാക്കറി വയ്ക്കുമ്പോൾ ഈ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. 2 നുള്ള് മാത്രമേ ചേർക്കാവുള്ളൂ. കൂടുതലായി പോയാൽ ടേസ്റ്റ് മാറിപ്പോകും. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഒരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ 1 വിസിൽ വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. നമ്മുടെ ചക്കക്കുരുവും അതേപോലെ തന്നെ മാങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക, പച്ചവെള്ളം ചേർക്കണ്ട. മിക്സി ബൗളിലേക്ക് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലുള്ള അരപ്പും കൂടെ നമുക്ക് വേസ്റ്റ് ആകാതെ കിട്ടും. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പ് കുറച്ച് കുറവുണ്ട്, കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. നമ്മുടെ അരപ്പിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറണം. ഇപ്പൊ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇത് ഇനി ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് മാറ്റം വരുത്തണം. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് വറുത്തിടാം. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചക്കക്കുരു മാങ്ങാക്കറി. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാനാ. ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പം ചക്കക്കുരുവിൻ്റെ സീസൺ ആണല്ലോ.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.